പൂച്ച വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാകില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഉണ്ടാകാം, ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു തള്ളപ്പൂച്ച വന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ആ പൂച്ചയെ നന്നായിട്ട് നോക്കി. അതിന് ശേഷം ഈ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഈ 2 കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഈ അപ്ലോഡ് ചെയ്ത സമയത്താണ് കുറേ ആൾക്കാർ, വ്യൂവേഴ്സ്, ഇതുവരെ അറിയാത്ത ആൾക്കാർ, ദുബായിൽ നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അവർക്ക് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പൂച്ചയെക്കുറിച്ച് അവർക്കുള്ള ഈ പൂച്ചക്കുഞ്ഞിനെക്കുറിച്ച് അവർക്ക് എന്തുമാത്രമാണ് ഇവർ ഇത്രയും സ്നേഹിക്കുന്നതെന്നുള്ളത്, ഇത്രയും ഒരു പൂച്ചക്കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ കമൻറ്റിൽ കൂടെയൊക്കെ ഞാൻ കാണുന്നത്. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാ കമൻറ്റും ഞാൻ വായിച്ച് നോക്കാറുണ്ട്, അതിന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുമ്പം ഈ 100-150 പേരൊക്കെ കമൻറ്റിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ എങ്ങനെ നല്ല രീതിക്ക് വളർത്താം എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി ഇതേപോലെ പൂച്ചക്കുഞ്ഞിനായിട്ട് പെറ്റ്സിനെയൊക്കെ വളർത്തിയിട്ടാണ് സങ്കടങ്ങളൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലരുടെ അനുഭവങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇടുന്ന വീഡിയോ അവർ കാണുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ നമ്മളെക്കുറിച്ച്, ഈ പൂച്ചകളെക്കുറിച്ച് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഫസ്റ്റത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ പൂച്ചക്കുഞ്ഞ് വീട്ടിലോട്ട് കയറി വരുന്ന ഐശ്വര്യമാണോ അല്ലയോ എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഒറ്റ ഉത്തരം പറയും, അതൊരു ഐശ്വര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ വേറെയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഈ പൂച്ചക്കുഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അതൊരു 1000 പേര് കഷ്ടേ ഉള്ളൂ. 1,00,000 പേരോ 1 മില്യൺ ആൾക്കാരൊന്നുമില്ല ഉണ്ട്. ആ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഞാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോയിൽ കയറി നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് 4 കിലോമീറ്റർ വീട്ടേക്കുള്ളൂ. ഷോറൂമിൻ്റെ മുന്നിലെത്തി. യമഹയുടെ ഷോറൂമാണ് മൂവാറ്റുപുഴയിലെ. കർട്ടനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അതിന് ശേഷം വണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലെ വണ്ടി കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, പേരും ഉണ്ടാവും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അങ്ങനെ വിളിച്ചതാണ് ആ ചേട്ടനെ. ഇതുവരെ ആ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതൊന്ന് എന്താ പറയണ്ടത്, നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ അവിടെയുള്ള 2-3 സ്റ്റാഫുണ്ട്, അവരും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയിലുള്ള ആൾക്കാർ, തൊടുപുഴയുള്ള ആൾക്കാർ, എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവരോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ടെടുക്കുക. എടുക്കണം ഞാൻ ഉറപ്പ് പറയില്ല, വിളിച്ച് ചോദിച്ചെടുക്കുക. നല്ല സർവീസാണ്, ഇതുവരെ ഓക്കെയാണ്. വണ്ടി രജിസ്ട്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കർട്ടൻ പരിട്ട് അവരെ മുന്നിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി നല്ല സെറ്റ് വണ്ടിയാണ്. കാണുന്ന പോലെ ഒന്നുമല്ല, ഷോറൂമിലേക്ക് അടിപൊളി വണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വണ്ടി നേരിട്ട് കാണുന്നത്. നേരിട്ട് വെച്ചാൽ റോട്ടിൽ കൂടെ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അടുത്തുനിന്ന് കാണുന്ന നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. പിന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതേപോലെ തന്നെ ഇത് ഹൈബ്രിഡ് വണ്ടി കേട്ടോ, നല്ല മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടിയാണ്. 1.75 അത്രയൊക്കെ റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഈ കർട്ടൻ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയാണ് കർട്ടനിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ പുറത്ത് നല്ല മഴയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട്. ഇത് വീടിൻ്റെ മിറ്റമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പൂച്ചകളൊക്കെ ഓടിച്ച് ചെടി നടക്കുന്ന സ്ഥലമാണ്. വണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് നോക്കുന്നതാണ്. എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്ദി.